അത് പറഞ്ഞല്ല, അത് മതി. അതിന് വേറെന്തെങ്കിലും പറയണ്ടല്ലോ, അതിനെടുത്താൽ മതി. ഗവൺമെന്റ് സ്റ്റാഫ് ആയതുകൊണ്ടാണോ? അതെ അതെ അതെ. പ്രശ്നമാവോ? പിന്നെ നമുക്ക് വല്ലതും ലൈസൻസ് വല്ലതും ക്യാൻസൽ ചെയ്യുന്ന ഇന്നത്തെ കാര്യമൊന്നും ചിന്തിക്കാനോ സംഭവിച്ചതേ പറഞ്ഞുള്ളൂ, അസത്യം പറയുന്നില്ലല്ലോ. ഒന്നും പറയുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. നമ്പർ ഞാൻ ചോദിക്കുന്നത് അതിൽ ചൂടാൻ ഒരു കേസ് പോലും എന്നാൽ ഈ പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്ന കുറേ പേരെ ചൂഷണം ചെയ്ത് വലിയ ഉദ്യോഗസ്ഥന്മാർ ഈ പാവങ്ങളെ പോലീസിൻ്റെ ഭാഗത്ത് നമുക്കിപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നല്ല രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്. വളരെ ഒതുങ്ങി നമ്മൾ ഇത് കച്ചവടം ചെയ്യുന്നുണ്ട്. ആർക്കും തടസ്സമില്ലാത്ത രീതിയിൽ കച്ചവടം ചെയ്ത് അവിടെ നമ്മൾ ഒരിക്കലും ശല്യം ചെയ്യത്തില്ല. അവർ ദയ കൊണ്ട് മാത്രമാണ് ഇവിടെ കച്ചവടം നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ പല തട്ടുകടകളുമുണ്ട്. ഇതെല്ലാം എടുക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവരെടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് എടുത്തേ വെക്കുള്ളൂ. My margins are vanishing. I am developing to an unknown destiny. I pamper in my dreams the swaying trees and the spreading fragrance of flowers, which is substituted by the dust-blowing roads and mending walls of today. But don't know whether the youth is aware of the cyclones piercing my lap. Earlier, the green of nature was wiped off for the horses from royal homes. But now, the roads diverge for the ambassadors moving to the secretariat, and so on. കോട്ടയ്ക്കകത്തുനിന്ന് പാതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നടപ്പാതകൾ മാത്രമേ. നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി അനേകം റോഡുകൾ സൃഷ്ടിച്ചു. സൈനിക ഉദ്യോഗസ്ഥന്മാർ കൂടുതലും ഇംഗ്ലീഷുകാരും പിന്നെ ഈ കുതിര
പട്ടാളക്കാർ കൂടുതൽ ധാരാളം പേര് മുസ്ലിങ്ങളും ആയിരുന്നതുകൊണ്ട് അവർ ആ ഭാഗങ്ങളിലെല്ലാം പിന്നെ താമസം ആക്കാൻ ചുറ്റുമായിട്ടുള്ള പ്രദേശങ്ങളിലും താമസമാക്കുകയും അങ്ങോട്ടുള്ള അതുവരെ റോഡ് വികസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ പാളയത്തിന് ചുറ്റും ഇന്ന് കാണുന്ന മുസ്ലിം പള്ളിയും ഹിന്ദുക്കൾക്കുള്ള ക്ഷേത്രവും ക്രിസ്ത്യാനികൾക്കുള്ള ക്ഷേത്രവും ഉണ്ടായത്. അതിനെ തുടർന്ന് തന്നെ ധാരാളം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിവിടെ വന്നു. അവരെല്ലാം അങ്ങോട്ടാണ് താമസം ഉറപ്പിച്ചത്. ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായത് ഇവിടെ പിന്നെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് 1868 പൂർത്തിയാക്കിയത് അപ്പോഴാണ്. ആ റോഡ് കൂടുതൽ അങ്ങോട്ട് എല്ലാ റോഡുകളും അങ്ങോട്ട് വരികയും ഈ റോഡ് വളരെ വളരെ ഉപയോഗപ്രദമായി തീരുകയും ചെയ്തതോടുകൂടിയാണ് MG റോഡ് എന്നുള്ള ഇന്നും അറിയപ്പെടുന്ന റോഡ് അന്ന് രൂപം കൊണ്ടത്. I weep for the victims of this kind of development. I feel widened. So I feel relaxed. Then I see victims. So I feel ashamed. കടകൾ പൂർണ്ണമായിട്ടും പോയിട്ടുള്ള ഏകദേശം 46ഓളം കച്ചവടക്കാർക്ക് കടകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിപക്ഷവും വാടകക്കാരാണ്. പിന്നെ സ്വന്തമായിട്ടുള്ളവർ കുറച്ച് പേരുണ്ട്, 10-14 പേര് സ്വന്തമായിട്ട് സ്ഥലമുള്ളവരുണ്ട്. അവരെല്ലാവരും പുറകോട്ടുള്ള സ്ഥലത്ത് കെട്ടിമാറിയവരുണ്ട്. പിന്നെ വാടകയ്ക്കിരുന്നവർക്ക് പൂർണ്ണമായിട്ടും ഇത് കടകൾ കിട്ടിയിട്ടില്ല. അതിൽ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് പേരുണ്ട്, ഒരുപാട് പേരുണ്ട് സാധാരണക്കാർ. അവർ നിത്യം ഇപ്പം ദുരിതത്തിലാണ്. 1-2 പേര് ഈ മാനസിക ആഘാതം കൊണ്ട് തന്നെ ഈ അസുഖങ്ങളും പിടിച്ച് മരിച്ചവരുണ്ട്. നമ്മളെ കട ആ ഭാഗത്തായിരുന്നു. ആ മലക്കറി കച്ച ആ കാറ് നിൽക്കുന്നിടത്ത് ഫർണിച്ചർ കടയായിരുന്നു. 19 കൊല്ലമായിട്ടുള്ള കടകളായിരുന്നു. ഇവിടെ റോഡ് വികസനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ സർക്കാർ ഒരു സുപ്രഭാതത്തിൽ വന്ന് രാത്രി 4 മണിക്ക് പുലർച്ചെ 4 മണിക്ക് വന്ന് എല്ലാം ഇടിച്ച് നിരപ്പാക്കി. അവിടെ പോയി ഒരു മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയായിരുന്നു. മനസ്സിലായിട്ടുണ്ടാകും. വ്യാപാര വ്യവസായികൾ വളരെ പ്രോത്സാഹിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കിവിടെ ഒരു കൂരിലെ കടയുണ്ട് ഇവിടെ. അതിൽ അല്ലെങ്കിൽ നമ്മൾ ഫർണിച്ചറിൻ്റെ നമ്മൾ സെക്ഷനാണ്. അപ്പോൾ അവർക്ക് അതോടുകൂടി ഒരു ജോലി നമുക്കവിടെ ഏർപ്പെടുത്തി തന്നു. 46 കടകൾ ഇവിടെ പിടിച്ചുപോയി. ഇന്നവരെ സർക്കാരിൽ നിന്ന് ഒരു 10 രൂപ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല, ഒരു സഹായം ചെയ്തിട്ടില്ല. എല്ലാവരും കൂലിപ്പണിക്ക് പോയി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ Some among them are growing, but some others were uprooted, shedding tears, and their wails silenced by the buzzing engines. ഇപ്പം ഒരു 38 കൊല്ലമായി മുറുകാൻ കട നടത്തിക്കൊണ്ടിരുന്നു. ചായയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പെട്ടെന്ന് അവർ കുളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുളിച്ചു. വളരെ നമുക്ക് അന്നത്തോളം വലിയ ഇതായിപ്പോയി. പിന്നീട് ഒരു കുളിച്ച് ഏകദേശം ഒരു 2-2.5 കൊല്ലമായി. പിന്നെ ഒരു
ഇപ്പോൾ ഒരു 1.5 കൊല്ലം കൊണ്ട് ഒരു കടയിൽ ജോലിക്ക് പോവുകയാണ്. പിന്നെ അവിടുത്തെ ശമ്പളമൊന്നും പോരാ, പിന്നെ അങ്ങനെ കഴിഞ്ഞു കൂടണം. കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല. കുറച്ച് പേർ പിന്നെ നഗരം വികസിക്കണമെങ്കിൽ ഇങ്ങനെ ഒക്കെ പറ്റുള്ളൂ. അതൊരു പിന്നെ ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ ഈ കൊച്ചു മാനുഷിക പ്രശ്നങ്ങളല്ല പ്രധാനം, അതിൻ്റെ വലിപ്പമാണ്. ഇത് നിലവിലുള്ള ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞത്. ഇതിന് അനുകൂലമായി ഒത്തിരി കാഴ്ചപ്പാടുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഉദാഹരണത്തിന്, വികസനം ഉണ്ടായാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊള്ളും, അരികിലേക്ക് എത്തുന്നവരുടെ ചുണ്ടുകളിലേക്കും ഒക്കെ തന്നെ അതിൻ്റെ ചില നേട്ടങ്ങൾ പടിപടിയായി അത് ഇറ്റിക്കൊടുക്കും. ഇങ്ങനെയുള്ള പിന്നെ ഷാപ്സിനെയൊക്കെ ഒഴിപ്പിക്കുന്നതിലും പൊതുവേ ഇതിൻ്റെ ഉടമസ്ഥർക്ക് വലിയ താല്പര്യമാണുള്ളത്. എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഒഴിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അവർക്ക് തന്നെ പുതിയ പിന്നെ സ്ഥാപനങ്ങൾ വരുമ്പോൾ അതിൽ വാടകയ്ക്ക് എടുക്കാൻ ഇവർക്ക് കഴിവില്ലാതെ വരും. ഇന്ന് പലരുടെയും ഐഡൻറ്റിറ്റി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഒരു പക്ഷേ 5 സെൻറ്റ് ഭൂമിയിലോ 10 സെൻറ്റ് ഭൂമിയിലോ, പ്രത്യേകിച്ച് മാർജിനലായിട്ടുള്ള വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനോട് വല്ലാത്ത തോതിലുള്ള അടുപ്പമുണ്ട്. ഒരു ഡാം കെട്ടി ഇലക്ട്രിസിറ്റി എടുക്കാന്ന് നമ്മുടെ നേഷന് വളരെ ആവശ്യമാണ്. ഇലക്ട്രിസിറ്റി എടുക്കാന്ന് പറഞ്ഞാൽ ഈ ഡാം കെട്ടുന്ന സമയത്ത് അതിനകത്ത് എത്ര വീടുകളാണ് വെള്ളത്തിനടിയിലാകുന്നത്. അപ്പോൾ ഇങ്ങനെ വികസന പ്രക്രിയയുടെ ഇടയിൽ ഇങ്ങനെ ചെറിയ മാനുഷിക പ്രശ്നങ്ങൾ പിന്നെ അത് ഒഴിവാക്കാനൊക്കില്ല. അവരിലുള്ള തീപ്പൊരിയുടെ, അവരിലുള്ള പ്രതിഷേധത്തിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ അംശങ്ങളെ കുറെ കൂടി വിപുലമായ അർത്ഥത്തിൽ, വിപുലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, പ്രകൃത്യാനുസാരിയായ ജീവിതത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ അടങ്ങിയ ചെറുത്തുനിൽപ്പിലേക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടത്. It's getting late. Nothing is visible in this dying spectrum of dusk. I don't know where will be my margins tomorrow. Men may come and men may go, but I go on forever.